രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് കുഴപ്പം? ഈ ലോകത്ത് ആർക്ക് എന്ത് പ്രശ്നമാണ് വരിക? ആകാശം ഇടിഞ്ഞു വീഴോ എന്ന് ഇത്യാദി ചോദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പല പെൺകുട്ടികളും ആ വലയിലൊക്കെ വീണു പോയിട്ടുണ്ട്. അവരുടെ പല എന്താ പറയാ കേളികൾക്കും ലൈക്ക് കൊടുക്കാനും സപ്പോർട്ട് കൊടുക്കാനും ഗോ അഹെഡ് കൊടുക്കാനൊക്കെ പല പെൺകുട്ടികളും പല ലിബറലുകളും എന്ത് ചെയ്തിട്ടുണ്ട്. ലിബറലുകൾ പിന്നെ ഓൾറെഡി അവരോട് ഒപ്പാണ്. പക്ഷെ നമ്മുടെ പല കുട്ടികളും എന്താ ഇപ്പൊ ഇതിന് കുഴപ്പം? അത് അവരുടെ നോർമൽ അല്ലേ? അത് അവരുടെ ചോയ്സ് അല്ലേ? ഈ എങ്ങനെയാണ് അത് പ്രശ്നവൽക്കരിക്കാൻ പറ്റുക എന്നുള്ളൊരു ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ശരിക്കും രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ എന്താണ് കുഴപ്പം? പിന്നെ അതിനകത്ത് പെൺകുട്ടികൾ എന്ന് മാത്രമല്ല, പിന്നെ നേച്ചറിന്റെ ഒരു സ്വാഭാവികത ഉണ്ട്. അതൊന്നും കൂടി ജനറലൈസ് ചെയ്യാം നമുക്ക് അല്ലെ. രണ്ട് ആൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ എന്താ പ്രശ്നം? രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് ജീവിച്ചാൽ, ഒരു മനുഷ്യനും ഒരു പട്ടിയും ഒരുമിച്ച് ജീവിച്ചാൽ എന്താ പ്രശ്നം? അല്ലെങ്കിൽ മനുഷ്യന് പട്ടിയായി ജീവിച്ചാൽ എന്താ പ്രശ്നം? അല്ല, അതൊക്കെ ഇതില് വരുന്നല്ലേ LGBTQAWBC. അത് നമ്മളിപ്പോ മനുഷ്യന്റെ സ്വാഭാവികമായിട്ട് അവന്റെ ശരീരവും അവന്റെ പിന്നെ അവയവങ്ങളും എല്ലാം എന്ത് സ്വഭാവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ സ്വഭാവത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് പിന്നെ സ്വാഭാവിക ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇനി അതിന് വിരുദ്ധമായിട്ട് ഉപയോഗിക്കാം. പിന്നെ ആളുകളുടെ പേഴ്സണൽ ചോയ്സ് എന്താണ്, വ്യക്തികൾക്ക് താല്പര്യം എന്തിനോടാണ് തോന്നുന്നത്, അതുപോലെല്ലാം ഉപയോഗിക്കുക എന്നുള്ള ഒരു നിലപാട് ആരെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അവർ ഈ പറയുന്നതെല്ലാം അംഗീകരിക്കേണ്ടി വരും. ഒരു വ്യക്തിക്ക് പട്ടിയോടാണ് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കേണ്ടി വരും. അതല്ലാതെ അതിലൊരു ഡിസ്ക്രിമിനേഷൻ പിന്നെ പാടില്ല. നമ്മൾ പറയുന്നത്, നമ്മൾ എടുക്കുന്ന റീസൺ ഇതാണ്: മനുഷ്യന്റെ ഓരോ അവയവങ്ങളും ഇന്ദ്രിയങ്ങളും സെല്ലുകളും എല്ലാം എന്ത് സ്വഭാവത്തിലാണോ ഉണ്ടായിരിക്കുന്നത് ആ സ്വഭാവത്തിന്റെ പൂർണ്ണതയാണ് ഈ ഹെറ്ററോസെക്ഷൽ റിലേഷൻഷിപ്പിലൂടെ സംഭവിക്കുന്നത്. അതല്ലാത്ത ഒരു കാര്യത്തിന് കേവലം മനുഷ്യന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ പിന്നെ അവയവങ്ങളെ അല്ലെങ്കിൽ ശരീരത്തെ ഉപയോഗിക്കാം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഇച്ഛ എന്ത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവരതിന് ഡിസ്ക്രിമിനേഷൻ എടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ പറഞ്ഞതുപോലെ പിന്നെ മൃഗങ്ങളുമായിട്ടുള്ള രതി അംഗീകരിക്കേണ്ടി വരും. ഡെഡ് ബോഡിയുമായിട്ടുള്ള രതിയാണ് എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അതാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അത് വേണ്ടി വരും. പെഡോഫിൽ അംഗീകരിക്കേണ്ടി വരും. കൊച്ചു കുട്ടികളെ എല്ലാം അവരുടെ നോർമലാണ്. അംഗീകരിക്കേണ്ടി വരും. കുട്ടികളുമായിട്ട് രതിയിൽ ഏർപ്പെടുന്നവർക്ക് അത് അവരുടെ നോർമലാണ്. ശവങ്ങളുമായി രതിയിൽ ഏർപ്പെടാൻ തോന്നുന്നവർ അത് അവർക്ക് അവരുടെ നോർമലാണ്. അതായത് ഒന്നും തന്നെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യമാണ് അല്ലെങ്കിൽ വൈകൃതമാണ് എന്ന് ഈ പറയുന്ന ഒന്നിനെയും വിശേഷിപ്പിക്കാൻ ഇത്തരം ആളുകൾക്ക് കഴിയില്ല. അപ്പൊ മോറലി ലോജിക്കലി കൺസിസ്റ്റന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ലെസ്ബിയനിസം പറയുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഹോമോസെക്ഷുവാലിറ്റി എനി കൈൻഡ് ഓഫ് ഇത് പറയുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ മോറലി കൺസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം അംഗീകരിക്കേണ്ടി വരും. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ ആയിട്ടുള്ള. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് പ്രത്യുൽപാദനാണ്. എല്ലാ ബയോളജിക്കലി എല്ലാ ജീവികളുടെയും ഒരുമിച്ച് ജീവിക്കുന്നതിന്റെ അല്ലെങ്കിൽ രതിയുടെ ഉദ്ദേശം അൾട്ടിമേറ്റ് ആയിട്ട് എയിം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത തലമുറയെ ഉത്പാദിപ്പിക്കുക, ഓഫ്സ്പ്രിങ് ഉണ്ടാവുക, പ്രത്യുൽപാദനം ഉണ്ടാവുകയാണ്. ആണും ഒരുമിച്ച് ജീവിച്ചാൽ ആ രൂപത്തിലുള്ള, അപ്പൊ പെണ്ണും ആണും തമ്മിലുള്ള ബന്ധം, അതിനകത്ത് നാച്ചുറലായി സംഭവിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ടാവുന്നുണ്ട്, സെക്രീഷൻസ് ഉണ്ടാവുന്നുണ്ട്. ആണും തമ്മിലുള്ള അതിൽ എവിടെയാണ് സെക്രീഷൻ ഉണ്ടാവുന്നത്? പെണ്ണും തമ്മിലുള്ളതിൽ എവിടെയാണ് നാച്ചുറലി സെക്രീഷൻസ് ഉണ്ടാവുന്നത്? അത് നാച്ചുറൽ, അത് അവരുടെ നാച്ചുറലാണ് ഉണ്ടാവുന്നത്. അത് എവിടെയാണ് സെക്രീഷൻ ഉണ്ടാവുന്നത്? എവിടെയാണ് കുഞ്ഞുണ്ടാവുന്നത്? അല്ല, ഇത് ലളിതമായ യുക്തിയാണത്. അതെ. എന്ന് മാത്രമല്ല ഇതിന്റെ പിന്നെ മനുഷ്യന്റെ നേച്ചറിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നോക്കുമ്പോ ഇപ്പോ US നടന്നിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട്. പിന്നെ പുതുതായിട്ട് HIV റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആളുകൾ തന്നെ 60 or above% ഓഫ് ആളുകൾ ഈ പിന്നെ MSM പ്രാക്ടീസ് ചെയ്യുന്ന മെയിൽ ടു മെയിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതി വിരുദ്ധമാണ്. പിന്നെ അത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള സ്വഭാവത്തിലല്ല മനുഷ്യന്റെ ശരീരം ഉണ്ടായിട്ടുള്ളത്, അവന്റെ അവയവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മനുഷ്യന്റെ ശരീരത്തിനും അവയവങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള രതി വൈകൃതങ്ങളെ, അത്തരം കാഴ്ചപ്പാടുകൾക്ക് വേണ്ടി അവന്റെ ശരീരത്തെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഹോമോസെക്ഷുവാലിറ്റി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വിട്ടുപോയി. ഹോമോസെക്ഷുവാലിറ്റി എനിക്ക് തോന്നുന്നു 1980s വരെ DSM-ൽ അത് രോഗത്തിന്റെ ലിസ്റ്റിലായിരുന്നു. ഹോമോസെക്ഷുവാലിറ്റി അത് രോഗമായിരുന്നു. അത് പിന്നെ മനോരോഗമായിരുന്നു. അത് രോഗമല്ലാതാക്കിയത് എങ്ങനെയായിരുന്നു? പൊളിറ്റിക്കലി വോട്ടിനിട്ടിട്ട് ഒരു സംഗതിയെ രോഗം എന്ന പട്ടികയിൽ നിന്ന് മാറ്റിയത് സംഘശക്തി ഉപയോഗിച്ചിട്ടാണ്. പൊളിറ്റിക്കലിയാണ്, വോട്ടിനിട്ടിട്ടാണ്. അത് രോഗമല്ല, അത് നാച്ചുറലി സംഭവിക്കുന്ന സംഭവമാണ്. അവിടെയാണ് പിന്നീട് ജെൻഡർ പൊളിറ്റിക്സിന്റെ ഇത്. ഇതിൽ തന്നെ നമുക്ക് ആ ഇൻകൺസിസ്റ്റൻസി കാണാൻ കഴിയും. കാരണം നമ്മൾ ഒരിക്കലും തന്നെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു റീസണിങ്ങിന്റെ വിഷയം അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു റീസണിങ് അവിടെയെല്ലാം ഒരു നിലപാടിലെത്തേണ്ടത് കുറെ ആളുകളുടെ ആ രംഗത്തെ നിലപാട് എന്താണെന്ന് നോക്കിയിട്ടാകരുത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ
നാളെ പിന്നെ നട്ടഭ്രാന്തുള്ള ആളുകൾക്കും കുറച്ച് സംഘടന ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ പറയാം ഈ ഭ്രാന്ത് നോർമൽ ആണെന്നുള്ളത്. സ്ഥിരമായി ബസ്സുകളിൽ കയറിയിട്ട് സ്ത്രീകളെ ടച്ച് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നമ്മള് കേൾക്കുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്ത്രീകളെ അത് അവരുടെ നോർമലാന്ന് അവർ പറയുന്നത് പലരും. അല്ല, സീരിയസ് ആയിട്ട് ഇപ്പൊ ഈ മലയാളത്തിൽ തന്നെ ഒരു നടൻ ഈ അടുത്ത ആ സ്വഭാവത്തിലുള്ള കുറെ വൈകൃതങ്ങൾ പ്രകടിപ്പിച്ചു. പിന്നെ പബ്ലിക്കായിട്ട് കുട്ടികൾക്ക് മുന്നിൽ നഗ്നത പ്രദർശനം നടത്തും. അപ്പൊ അദ്ദേഹം അതിനുള്ള കേസ് പറയുന്നത് ഞാന് പിന്നെ എന്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്, എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. അവർക്ക് LGBT ശേഷം വേറൊരു W ഇട്ടിട്ട് അവരെ ചേർക്കേണ്ടി വരും. മറ്റേ ശിശുരതിക്കാരെയും ശവരതിക്കാർക്കും ശേഷം ഇവനും കൂടി ചേർക്കേണ്ടി വരും. അപ്പോ ഇതാണ് കൺസിസ്റ്റന്റ് ആയിട്ടാണ് അവർ ഈ മോറൽ റീസണിങ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ നിലപാട് അനുസരിച്ച് മനുഷ്യന്റെ വ്യക്തി താല്പര്യങ്ങളെ എല്ലാം അംഗീകരിക്കാം. മനുഷ്യന്റെ എല്ലാ പിന്നെ എന്ത് തരത്തിലുള്ള ഒരു പിന്നെ സെക്ഷൽ പ്ലഷറിനോടാണ് ആളുകൾക്ക് ആകർഷണം തോന്നുന്നത് അതെല്ലാം കേവലം ആളുകൾ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അതിനെല്ലാം നോർമലായി അംഗീകരിക്കണം എന്ന് വാദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പെഡോഫിലിയ മുതൽ ബെസ്റ്റാലിറ്റി മുതൽ അങ്ങ് നീളുന്ന പാരാഫിലാസ് എന്ന് പേരിട്ട് വിളിക്കുന്ന കുറെ അധികം. ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരാൾക്ക് മനസ്സിൽ എന്ത് തോന്നുന്നു അതാണ് അയാൾ. അതാണ് പുതിയ ജെൻഡർ പൊളിറ്റിക്സിന്റെ മെയിൻ വാദം. ഇപ്പൊ ഞാനിവിടെ താടി മീശൊക്കെ വെച്ച് ഞാൻ പെണ്ണാന്ന് പറയാം, എന്നിട്ട് പെണ്ണുങ്ങൾ കയറി ചെല്ലുന്ന ബാത്റൂമിലേക്ക് എനിക്ക് ആക്സസ് കിട്ടണം, പെണ്ണുങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എനിക്ക് ആക്സസ് കിട്ടണം. ഇതാണ് പുതിയ ജെൻഡർ പൊളിറ്റിക്സ് പ്രകാരം. പക്ഷെ ആ ഒരു താടി മീശൊക്കെ വെച്ചിട്ട് സ്ത്രീകൾ മാത്രം ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരുടെ പ്രൈവറ്റ് ഹോസ്റ്റലിലേക്ക് കയറി ചെല്ലുക പെണ്ണാന്ന് പറഞ്ഞിട്ട്. നീ പെണ്ണാന്ന് അക്സെപ്റ്റ് ചെയ്യണം. അതാണ് പുതിയ ജെൻഡർ പൊളിറ്റിക്സ് അല്ലെ. ബയോളജിക്കലി നീ പെണ്ണാണ്, അപ്പൊ നിന്നെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പെണ്ണുങ്ങളുടെ നീന്തലിന്, പെണ്ണുങ്ങളുടെ ഓട്ട മത്സരത്തിനൊക്കെ നിനക്ക് പങ്കെടുക്കണം അല്ലെ. അതിലെ നീന്തലിന് ഒരു ചെക്കൻക്ക് ഇത് കിട്ടി, അവന് ബയോളജിക്കൽ ഫീമെയിൽ ആന്ന് പറഞ്ഞു, പെണ്ണുങ്ങളോടൊപ്പം മത്സരിച്ചു, ഫസ്റ്റ് കിട്ടി. പുരുഷനായി ആണായി ജനിച്ച ഒരുത്തൻ. അപ്പൊ അതാണ് ജെൻഡർ പൊളിറ്റിക്സിൽ ഇരയാക്കപ്പെടുന്നത്. ജെൻഡർ പൊളിറ്റിക്സിന്റെ തന്നെ ഒരു പ്രശ്നം ഇതാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോട്ടിനിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പോലെ സയൻസോ പിന്നെ ബയോളജിയോ റിയാലിറ്റിയോ എന്താണ് എന്നുള്ളത് കൺസിഡർ ചെയ്യാതെ കേവലം കുറെ ആളുകൾ പിന്നെ ഇത് താല്പര്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് റിയാലിറ്റി തന്നെ അങ്ങനെ വായിക്കണം എന്ന് വാദിക്കുന്ന ആളുകളായി ഇവർ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ സ്ത്രീയും പുരുഷനും മത്സരിച്ച സ്വാഭാവികമായിട്ട് സ്ത്രീയാണ് ജയിക്കുക. അതൊരു ബയോളജിക്കൽ റിയാലിറ്റിയാണ്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് വാദിച്ചു തുടങ്ങിയത് ഇവിടെയുള്ള ഏതാളുകളാണ്? ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളാണ് പറയുന്നത് പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഇക്വാലിറ്റി, അതുപോലെ തന്നെ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സംഗതി ഉണ്ട്, സെക്സിൽ നിന്നും വേർപെട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ ജെൻഡർ എന്ന് പറയുന്നത്. അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ്, സാമൂഹ്യമായിട്ടുള്ള നിർമ്മിതിയാണ്. ഈ ആശയങ്ങളെല്ലാം കൊണ്ടുവന്നത് ഫെമിനിസ്റ്റുകളാണ് എന്നുണ്ടെങ്കിലും പക്ഷെ ഇതുകൊണ്ട് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്നത് ശരിക്കും ഫെമിനിസ്റ്റുകളാണ്. കാരണം സ്ത്രീകൾക്ക് നേടിയെടുക്കേണ്ട സ്ത്രീകളുടേതായിട്ടുള്ള ഇടങ്ങളെല്ലാം പിന്നെ ജെൻഡർ വേറെയാണ് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ കയ്യേറുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഫെമിനിസത്തിനും കൂടി ഉള്ള ഒരു അടിയായി മാറി എന്നുള്ളതാണ് അതിന്റെ ഒരു ആകത്തുക.